പശ്ചിമ ബംഗാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി. অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্য সমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব তাহা মুখ্যমন্ত্রী রূপে আমার কর্তব্য সমূহের যথাযথ নির্বাহের জন্য যেরূপ আবশ্যক হইতে পারে তদ্গতিকে আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না। സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒപ്പുവയ്ക്കുകയാണ്. പുതുചരിത്രം എഴുതിയിരിക്കുന്നു ബിജെപി. പശ്ചിമ ബംഗാളിൽ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായാണ് സുവേന്ദു അധികാരി എത്തുന്നത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, സത്യപ്രതിജ്ഞ ചടങ്ങ് അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മാത്രമല്ലേ ഉള്ളൂ? ദിവ്യ, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഗവർണർ RN രവിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുവേന്ദു അധികാരി സംസാരിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോ നടത്തിയാണ് സത്യപ്രതിജ്ഞാ വേദിയായ ബ്രിഗേഡ് ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയും സുവേന്ദു അധികാരിയും എത്തിയത്. രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ബിജെപിയുടെ മുതിർന്ന നേതാക്കളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ബ്രിഗേഡ് ഗ്രൗണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ്. വലിയ ജനസാഗരത്തെ മുൻനിർത്തിയാണ് പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. 15 വർഷത്തിന് ശേഷമാണ്, 15 വർഷം നീണ്ട മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ബിജെപി വലിയ മാർജിനിൽ 200-ലധികം സീറ്റുകൾ നേടി ബംഗാളിൽ അധികാരത്തിലെത്തിയത്. അത് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് ബിജെപി. തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ മമതാ ബാനർജി ഉന്നയിച്ചെങ്കിലും അതിൽ അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 3 പേരുടെ പേരുകളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. ഇതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിരീക്ഷകനായിട്ട് ബംഗാളിലേക്ക് അയക്കുകയും ആഭ്യന്തരമന്ത്രി കൊൽക്കത്തയിലെത്തുകയും MLA-മാരുമൊക്കെയായിട്ട് ഇന്നലെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ കേട്ടതിന് ശേഷമാണ് സുവേന്ദു അധികാരിയെ, അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വിവരം അറിയിച്ചതിന് ശേഷമാണ് അതിന്റെ പ്രഖ്യാപനം ഇന്നലെ കൊൽക്കത്തയിൽ നടക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മറ്റു ചടങ്ങുകളൊന്നും വേദിയിൽ ഉണ്ടാകില്ല. ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്കാണ് മമതയുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ സുവേന്ദു അധികാരി തോൽപ്പിച്ചത്. അതാണ് ഈ ഒരു സ്ഥാനം ലഭിക്കാനായിട്ടുണ്ടായ ഒരു പ്രധാന കാരണം. 2 മണ്ഡലങ്ങളിലാണ് സുവേന്ദു അധികാരി വിജയിച്ചത്. ഈ 2 മണ്ഡലങ്ങളിലും സുവേന്ദു അധികാരി വിജയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അമ്പിച്ചൊരു വിജയം സമ്മാനിക്കാനായിട്ട് സാധിച്ചു. അതിനെ തുടർന്നാണ് സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാനായിട്ട് MLA-മാരുടെ യോഗം തീരുമാനിച്ചത്. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്.
പുതുചരിത്രമാണ് പശ്ചിമ ബംഗാളിൽ BJP ഇത്തവണ കുറിച്ചിരിക്കുന്നത്. ഭവാനിപൂരിൽ ഉൾപ്പെടെ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരിയാണ് BJP മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യ BJP മുഖ്യമന്ത്രിയാകുന്നു പശ്ചിമ ബംഗാളിൽ. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ അധികം വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ.